നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏത് പ്രായക്കാരും ആയിക്കോട്ടെ ലൈംഗിക ആതിക്രമണത്തിന്റെ ഒരു പകുതി പറഞ്ഞാൽ മതി, അപ്പം തന്നെ ചട്ടിയും കലവും ഒക്കെ എടുത്ത് അല്ലെങ്കിൽ വാളും പരിചയമൊക്കെ എടുത്ത് ആരാണോ അതിന് കാരണക്കാരൻ അവരെ പിടിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന പോലീസ് ഏമാന്മാരുള്ള അല്ലെങ്കിൽ നിയമ മേധാവികളുള്ള നാടാണ് നമ്മുടേത്. പക്ഷെ എന്നിട്ടും ഒരു പ്രശസ്ത സിനിമാ നടനും പിന്നെ കോടീശ്വരനുമായ ബാലയുടെ മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ അവരുടെ ദുരനുഭവങ്ങളെ കുറിച്ച്, അവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ ബാലയിൽ നിന്നുണ്ടായിട്ടുള്ള മാരിറ്റൽ റേപ്പിനെ കുറിച്ച്, അവരുടെ അബ്യൂസിനെ കുറിച്ചോ, അതിക്രൂരമായ ഒരു സൈക്കോ ചെയ്യുന്നതിനേക്കാളും മാരമായ രീതിയിലുള്ള സെക്ഷൽ അബ്യൂസിനെ കുറിച്ചൊക്കെ തെളിവ് സഹിതം പലവട്ടം പറഞ്ഞിട്ടും അവർ ഡിപ്രഷനിലേക്ക് പോവുകയാണ്, അവർ അപകടത്തിലാണെന്ന് പറഞ്ഞിട്ടും ചെറുവിരലിന്റെ അനക്കം പോലും എടുക്കാത്ത നിയമജ്ഞരുടെ നിലപാടിനെ കുറിച്ച് ലജ്ജ തോന്നുകയാണ്. എങ്ങനെ ലജ്ജ തോന്നായിരിക്കും? കാരണം ഓരോ പ്രാവശ്യവും ഡോക്ടർ എലിസബത്ത് ഉദയൻ അവർ വെറും ഒരു സാധാരണക്കാരിയല്ല, അവരൊരു പ്രൊഫഷണലാണ്, അവർ ഡോക്ടറാണ്, അവരിപ്പോൾ PGക്ക് ഗുജറാത്തിൽ പഠിക്കുകയാണ്. എന്നിട്ടും അവർ 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് വീഡിയോ ഇടും. എന്തിനാ വീഡിയോ ഇടുന്നത്? വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അവർക്ക് അവരുടെ മുഖം കാണിക്കണമെന്ന് ഒരു ആഗ്രഹമുള്ള സ്ത്രീയല്ല. കാരണം അവർ ആദ്യകാലങ്ങളിൽ ബാലയെക്കുറിച്ച് പറഞ്ഞതെല്ലാം വോയിസ് ഓവർ ആയിട്ട് തന്നെയാണ് യൂട്യൂബിൽ അവരുടെ ചാനൽ അവർ ഇട്ടുകൊണ്ടിരുന്നത്. അവരും പ്രത്യേകം അവർ പറയുന്നുണ്ട്, ഞാൻ മൂലം അല്ലെങ്കിൽ എനിക്കുണ്ടായ ദുരനുഭവം ഇനി ഒരു സാധാരണക്കാരിക്ക് സംഭവിക്കരുത്. അതുകൊണ്ടാണ് അയാളുടെ എല്ലാ വൈകൃതങ്ങളെ കുറിച്ചും, ഈ ബാല എന്ന് പറയുന്ന സിനിമാ നടന്റെ അവരുടെ മുൻ ഭർത്താവിന്റെ വൈകൃതങ്ങളെ കുറിച്ചെല്ലാം അവർ കൃത്യമായ കാര്യങ്ങൾ അവരുടെ ചാനലിലൂടെ പുറത്ത് കൊണ്ടുവന്നത്. എന്നിട്ടും അവരോടൊപ്പം നിൽക്കാൻ ഒരു സാമൂഹ്യ സംഘടനകളും ഉണ്ടായില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നാണം കെടുത്തുന്ന ഒരു പരിപാടി തന്നെയാണ്. കാരണം അവരിപ്പോൾ പറയുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ അവർ വന്ന് പറഞ്ഞത്, ഞാൻ നമ്മുടെ നിയമത്തിൽ വിശ്വസിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്കതിൽ വിശ്വാസമില്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം, പക്ഷെ ഇതുവരെ ഞാൻ ജീവനോടെ ഉണ്ട്, ഇതുവരെ എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. എന്നിട്ടും അവർ പറയുന്നുണ്ട്, പല വിധേന ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അവരുടെ അമ്മയെയും അവരുടെ വീട്ടുകാരെയും അവരുടെ സഹോദരങ്ങളെയും അവരുടെ ഫാദറിനെയും ഒക്കെയും ഈ പറയപ്പെടുന്ന വ്യക്തിയിലൂടെ, ഈ പറയുന്ന വ്യക്തി നേരിട്ട് ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല, പക്ഷെ അല്ലാതെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നുണ്ട്. ഇവൻ തന്നെ രക്ഷിക്കുമെന്ന് കരുതിയ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോലും ഇയാൾ ഈ പറയപ്പെടുന്ന മാനിപ്പുലേഷൻ, ഇമോഷണൽ മാനിപ്പുലേഷൻ ബാല ചെയ്യുന്നുണ്ട് എന്നാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുന്നത്. കാരണം അത്രമാത്രം കൊടൂര പീഡനങ്ങൾ ബാലയിൽ നിന്ന് അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോഴും അവർ പറയുന്നുണ്ട്, ഇതെല്ലാം അന്ന് ഞാൻ സഹിച്ചത്, ഞാൻ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഒരിക്കലും എനിക്ക് അയാളിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷേ അപ്പോഴും ഈ പറയപ്പെടുന്ന നടൻ എത്ര ക്രൂക്കഡായിരുന്നു, എത്ര വലിയ പെർവേർട്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ നിയമ സംഹിതയെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാരേജ് ആക്ടിനെ കളിയാക്കുന്ന രീതിയിലാണ് ബാലയുടെ കല്യാണ മാമാങ്കങ്ങൾ. ഇതിനു മുമ്പ് അദ്ദേഹം വിവാഹം കഴിച്ചത് ഏതോ ഒരു കന്നഡിക ഡോക്ടറെ ആയിരുന്നെന്ന് പറയപ്പെടുന്നു. അവരെ ഡിവോഴ്സ് ചെയ്തോ അറിയില്ല. രണ്ടാമത് നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായികയെ അമൃത സുരേഷിനെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം അവരോട് കൊടൂര പീഡനങ്ങൾ, അവരുടെ കുഞ്ഞിനെ പോലും വിടാത്ത തരത്തിൽ പീഡനങ്ങൾ നടത്തുകയും അവർ രായ്ക്ക് രാമാനം ഈ പറയുന്ന പോലെ ജീവനും പ്രാണനും പിടിച്ചുകൊണ്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടു പോരുകയുമായിരുന്നു ചെയ്തത്. അങ്ങനെ അവരുടെ എന്തോ നിയമപരമായിട്ട് വിവാഹം കഴിച്ചുകൊണ്ടാവാം ഡിവോഴ്സായി, ലീഗലി ഡിവോഴ്സായി, ഒരുപാട് നിബന്ധനകളോടെ. അതുകൊണ്ടാണ് അമൃത സുരേഷിന് വാ തുറക്കാൻ സാധിക്കാതെ. ഒരുപക്ഷെ ഈ പറയപ്പെടുന്ന ഡോക്ടർ എലിസബത്തിനേക്കാൾ കൂടുതൽ തെളിവുകൾ അമൃത സുരേഷിന്റെ കൈവശം ഉണ്ടായിരുന്നിരിക്കാം, എങ്കിലും അവർക്കത് പറയാൻ സാധിക്കില്ല. ബിക്കോസ് അവർ തമ്മിലുള്ള ആ മ്യൂച്വൽ ഡിവോഴ്സിലുള്ള ആ ഒരു എഗ്രിമെന്റ് അങ്ങനെ ആയിരുന്നിരിക്കാം ഒരുപക്ഷെ. അതുകൊണ്ടാണ് അവർക്ക് തുറന്നു പറയാൻ സാധിക്കുക. അതിനുശേഷമാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ഒരു കല്യാണ മാമാങ്കം, കല്യാണ ആഘോഷമായിരുന്നു. നിയമപരമായിട്ട് താൻ അവരെ വിവാഹം കഴിക്കില്ല എന്ന് ബാലയ്ക്ക് നല്ല ഉറപ്പ് തന്നെ ഉണ്ടായിരുന്നു. കാരണം അയാൾ അത് തയ്യാറായിരുന്നില്ല. കാരണം അയാൾക്ക് ഒരു പെണ്ണ് പോരാ. അതുകൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ വിവാഹം കഴിച്ചപ്പോൾ അവർ സാധാരണഗതിയിൽ ആൾക്കാർ ഇത്രയും വലിയ റിസപ്ഷൻ ഒക്കെ നടത്തുന്നത് എപ്പോഴാണ്? നമ്മൾ ലീഗലി അല്ലെങ്കിൽ ഒഫീഷ്യലി വിവാഹം കഴിക്കുമ്പോഴാണ്. വെഡിങ് ഡ്രസ്സും വെഡിങ് റിസപ്ഷനും ചുറ്റിനുമുള്ള നടന്മാരെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ടായിരുന്നു ഗംഗേയമായിട്ടുള്ള റിസപ്ഷൻ. അപ്പോഴും എല്ലാവരും വിചാരിച്ചു, ഓക്കെ, ബാല പാവമാണ്, അയാൾ നല്ലവരാണ്, അമൃതയാണ് കുറ്റക്കാരി എന്നാണെന്ന് വിചാരിച്ചു. അയാളുടെ മാനിപ്പുലേഷൻ ആയിരുന്നു അത്. മുൻ ഭാര്യ പറയുന്നതൊന്നും നാട്ടുകാർ വിശ്വസിക്കുക. കാരണം അമൃതയോട് പ്രത്യേകിച്ചും കേരള ജനങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു, അവരുടെ പാട്ടിനോട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കുട്ടിയായിരുന്നു, കേരളീയരുടെ ഒരു കുട്ടിയായിരുന്നു അമൃത എന്ന് പറയുന്നത്. അവർക്കതൊരു ഗായികയോ ബാലയുടെ മുൻ ഭാര്യയോ ആയിരുന്നില്ല. പക്ഷെ ആ ഒരു ഇമേജ് ബാലയ്ക്ക് തകർക്കാൻ എലിസബത്തിനെ വെച്ച് സാധിച്ചു. പക്ഷെ അതിനി ഒരാളെ കൊണ്ടും അനുവദിക്കുന്നില്ല. എലിസബത്ത് പക്ഷെ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. 2 വർഷം അയാളുടെ കൂടെ ജീവിച്ചെങ്കിലും അയാൾക്ക് കരൾ കൊടുക്കാൻ തയ്യാറായ പെൺകുട്ടി, അയാളുടെ ഈ പറയുന്ന രക്തവും മലവും എല്ലാം കോരിയെടുത്ത് വൃത്തിയാക്കിയ ഒരു ഡോക്ടർ എന്ന നിലയിലും ഭാര്യ എന്ന നിലയിലും ചെയ്തൊരു പെൺകുട്ടി. പക്ഷെ ആ പെൺകുട്ടിയോട് കാണിച്ച ക്രൂരതകൾ അവർ എണ്ണി പറഞ്ഞിട്ടും, അവർ പരാതി കൊടുത്തിട്ടും, പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി കൊടുത്തിട്ടും അതിനെ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം? ബാലയുടെ പണത്തിന്റെ സ്വാധീനമാണോ അതോ പൊളിറ്റിക്കൽ സ്വാധീനമാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ എന്തു തന്നെ ആയാലും എലിസബത്ത് ജീവനോടെ ഉണ്ട്. മരണം വരെ, അവർ മരിച്ചു വീഴുന്നവരെ അവർ പോരാടുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ കഴിഞ്ഞ വീഡിയോ അവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നിയമജ്ഞർ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ശിശുക്ഷേമ സമിതിയോ അല്ലെങ്കിൽ മഹിളാ സമിതിയോ ഒക്കെ ഒരു പക്ഷേ ഇനിയെങ്കിലും ഈ പറയുന്ന ഡോക്ടർ എലിസബത്ത് ഉദയന് വേണ്ടി കൈകോർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.